നമസ്കാരം. കേരളത്തിൽ അടുത്തിടെയുണ്ടായ രണ്ട് സുപ്രധാന ഭരണപരമായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുന്നത്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള വലിയൊരു നീക്കം. രണ്ട്, PSC നിയമനങ്ങളുടെ പ്രായപരിധിയിൽ വന്ന നിർണായകമായൊരു മാറ്റം. ഈ രണ്ട് തീരുമാനങ്ങളും സംസ്ഥാനത്തിന്റെ സ്വത്വത്തെയും ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിലവസരങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നവയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഇവയാണ്. ഒന്നാമതായി, കേരള നിയമസഭ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടതിനെക്കുറിച്ച്. രണ്ടാമതായി, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് PSC നിയമനങ്ങൾക്കുള്ള ഉയർന്ന പ്രായപരിധി 40 വയസ്സായി ഉയർത്തിയ തീരുമാനത്തെക്കുറിച്ചും നമ്മൾ വിശദമായി പരിശോധിക്കും. നമുക്ക് ആദ്യം ഈ പേരുമാറ്റത്തിന്റെ വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാനം അതിന്റെ നിലവിലുള്ള ഔദ്യോഗിക പേര് മാറ്റാൻ ഇത്രയധികം താൽപ്പര്യം കാണിക്കുന്നത്? സ്വന്തം ഭാഷയ്ക്കും സംസ്കാരത്തിനുമനുസരിച്ച് ഒരു പേര് വേണമെന്ന ഈ ആവശ്യത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാര്യമിതാണ്, കേരള നിയമസഭ ഒറ്റക്കെട്ടായി ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. ആവശ്യമിത്രയുള്ളൂ: ഭരണഘടന ഭേദഗതി ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കി മാറ്റണം. ഇതൊരു വെറും പേരുമാറ്റം മാത്രമല്ല, അതിനപ്പുറം നമ്മുടെ സാംസ്കാരികമായ ഒരു സ്വത്വം ഉറപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ചുവടുവെപ്പാണ്. മാറ്റം കാണുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നാം, അല്ലേ? നിലവിൽ എല്ലാ ഔദ്യോഗിക രേഖകളിലും കേരള എന്നാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ മലയാളികൾ നമ്മുടെ നാടിനെ എപ്പോഴും കേരളം എന്നല്ലേ വിളിക്കാറ്? അപ്പോൾ ആ തനത് മലയാള പദത്തിന് ഒരു ഔദ്യോഗിക അംഗീകാരം നേടുക, അതുതന്നെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പേരുമാറ്റത്തിന് പിന്നിൽ വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം നമ്മുടെ സാംസ്കാരികവും ഭാഷാപരവുമായ തനിമയെ പ്രതിഫലിപ്പിക്കുക എന്നതാണ്. അതോടൊപ്പം കാലങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന കേരളം എന്ന വാക്കിന് ഔദ്യോഗികമായൊരു സ്ഥാനം നൽകുക. പിന്നെ മറ്റു പല ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവരുടെ തനതായ പേരുകളിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. ആ ഒരു മാതൃക കേരളവും പിന്തുടരുന്നു. ഈ വിഷയത്തിലെ ഏറ്റവും പുതിയതും നിർണായകവുമായ ഒരു അപ്ഡേറ്റ് ഇതാണ്. സംസ്ഥാന സർക്കാരിന്റെ ഈ ആവശ്യത്തിന് കേന്ദ്രത്തിന്റെ യൂണിയൻ ക്യാബിനറ്റ് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതൊരു വലിയ മുന്നേറ്റം തന്നെയാണ്, ഈ പേരുമാറ്റ പ്രക്രിയയിലെ ഒരു പ്രധാന നാഴികക്കല്ല്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: ഈ യൂണിയൻ ക്യാബിനറ്റിന്റെ അംഗീകാരം കൊണ്ടു മാത്രം പേര് മാറില്ല. ഇതിന് കൃത്യമായ ഭരണഘടനാപരമായ ചില നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തിയാക്കിയാൽ മാത്രമേ കേരളം എന്ന പേര് ഔദ്യോഗികമാവുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ നടപടികൾ എന്ന് നോക്കാം. ഈ മുഴുവൻ പ്രക്രിയയുടെയും നിയമപരമായ അടിസ്ഥാനം നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 3 ആണ്. ഈ ആർട്ടിക്കിൾ പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റാനുള്ള പൂർണ്ണമായ അധികാരം ഇന്ത്യൻ പാർലമെന്റിനാണ് എന്നാണ്. സംസ്ഥാനങ്ങൾക്ക് തീർച്ചയായും ആവശ്യപ്പെടാം, പക്ഷേ അന്തിമ തീരുമാനം പാർലമെന്റിൻ്റേതായിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സിന് കൃത്യമായ 5 സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് 1, സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കുന്നു. അത് കഴിഞ്ഞു. സ്റ്റെപ്പ് 2, യൂണിയൻ ക്യാബിനറ്റ് അംഗീകാരം നൽകുന്നു. അതും നടന്നു. ഇനി എന്താണ് ബാക്കിയുള്ളത്? മൂന്നാമത്തെ സ്റ്റെപ്പ്, പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇതൊരു ബില്ലായി വന്നു പാസാകണം. നാലാമതായി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കണം. ഒടുവിൽ 5ാമത്തെയും അവസാനത്തെയുമായ ഘട്ടത്തിൽ ഭരണഘടനയുടെ ഫസ്റ്റ് ഷെഡ്യൂളിൽ കേരള എന്നു മാറ്റി കേരളം എന്നാക്കി ഔദ്യോഗികമായി രേഖപ്പെടുത്തും. അപ്പോഴേ ഈ പേരുമാറ്റം പൂർണ്ണമാവുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലന്വേഷകരെ നേരിട്ട് ബാധിക്കുന്നൊരു തീരുമാനമാണ്. കേരള PSC നിയമനത്തിനുള്ള ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിച്ചതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതാണ് ആ നിർണായകമായ സംഖ്യ, 40. പുതിയ തീരുമാനമനുസരിച്ച് കേരള PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി ജനറൽ വിഭാഗത്തിന് 40 വയസ്സായി ഉയർത്തിയിരിക്കുന്നു. ഇത് സംസ്ഥാനത്തെ തൊഴിൽ വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മാറ്റം തന്നെയാണ്. ഇതിനു മുൻപ് വരെ ജനറൽ വിഭാഗത്തിന് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 36 വയസ്സായിരുന്നു. അതാണിപ്പോൾ 40 വയസ്സായി ഉയർത്തിയിരിക്കുന്നത്. ഈ 4 വർഷത്തെ വർധനവ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും കൃത്യസമയത്ത് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന ഒരുപാട് പേർക്ക് സർക്കാർ ജോലിയെന്ന സ്വപ്നത്തിലേക്ക് വീണ്ടും ഒരവസരം നൽകുകയാണ്. ഈ മാറ്റം ജനറൽ വിഭാഗത്തിന് മാത്രമല്ല വന്നിട്ടുള്ളത്, സംവരണ വിഭാഗങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. പുതിയ തീരുമാനമനുസരിച്ച് OBC വിഭാഗത്തിന് 43 വയസ്സുവരെയും SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 45 വയസ്സുവരെയും PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? ഇതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. 1, യുവജന സംഘടനകൾ വർഷങ്ങളായി ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. 2, വിരമിക്കൽ പ്രായം 60 ആയിരിക്കെ ജോലിക്ക് കയറാനുള്ള പ്രായം 36-ൽ നിർത്തുന്നത് ഒരു തരത്തിൽ ശരിയല്ല എന്ന വാദവും ശക്തമായിരുന്നു.
നിലവിലെ തൊഴിലില്ലായ്മയുടെ സമ്മർദ്ദവും ഈ തീരുമാനമെടുക്കാൻ ഒരു കാരണമായി. ഏതൊരു വലിയ നയപരമായ മാറ്റത്തെയും പോലെ ഈ തീരുമാനത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഇതിനെ സ്വാഗതം ചെയ്യുന്നവരും ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. നമുക്ക് ആ വാദങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ തീരുമാനം ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇത് കൂടുതൽ ആളുകൾക്ക് അവസരം നൽകുമെന്നാണ്. പല കാരണങ്ങൾ കൊണ്ടും നേരത്തെ ശ്രമിക്കാൻ പറ്റാതിരുന്നവർക്ക് ഇതൊരു സെക്കൻഡ് ചാൻസ് ആണ്. എന്നാൽ മറുഭാഗത്ത് ചില ആശങ്കകളും ഉയരുന്നുണ്ട്. അപേക്ഷകരുടെ എണ്ണം ലക്ഷക്കണക്കിന് കൂടുമ്പോൾ മത്സരം അതികഠിനമാകില്ലേ? ഇത് PSCയുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളെ വൈകിപ്പിക്കുമോ? ഇതൊക്കെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യങ്ങൾ. മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും കേരളത്തിന്റെ ഈ പുതിയ നയം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന്. ഉദാഹരണത്തിന് തെലങ്കാനയിൽ PSCയുടെ ഉയർന്ന പ്രായപരിധി 46 വയസ്സാണ്. ഗോവയിലത് 45 വയസ്സാണ്. അതുകൊണ്ട് കേരളത്തിലെ ഈ 40 വയസ്സെന്ന പുതിയ പരിധി ഒരു ദേശീയ തലത്തിലെ പൊതുവായ ട്രെൻഡിനോട് ചേർന്നു പോകുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത രണ്ട് വ്യത്യസ്ത വിഷയങ്ങളെയും ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാലോ? ഒന്ന് പേരുമാറ്റം, മറ്റൊന്ന് തൊഴിൽ പ്രായപരിധി. ഇത് രണ്ടും കേരളത്തിന്റെ ഭരണപരമായ മുൻഗണനകളെക്കുറിച്ച് നമുക്ക് എന്ത് സൂചനയാണ് നൽകുന്നത്? ഈ രണ്ടു തീരുമാനങ്ങളും ഒരുമിച്ച് കാണുമ്പോൾ കേരളത്തിലെ ഭരണകൂടം ഒരേ സമയം രണ്ട് പ്രധാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, സംസ്ഥാനത്തിന്റെ സാംസ്കാരികമായ അടിത്തറ ശക്തിപ്പെടുത്തുക. രണ്ട്, ജനങ്ങളുടെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക. സ്വത്വവും അവസരവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണിത്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നൊരു ചോദ്യം ഇതാണ്: തനതായൊരു പേര് സ്വീകരിക്കുന്നതും കൂടുതൽ ആളുകൾക്ക് സർക്കാർ ജോലിക്ക് അവസരം നൽകുന്നതും ഒരുമിച്ച് വരുമ്പോൾ അത് കേരളത്തിന്റെ ഭാവിയിലെ സാമൂഹികവും സാമ്പത്തികവുമായ ഘടനയെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത്? ചുരുക്കി പറഞ്ഞാൽ, കേരളം ഒരു വശത്ത് അതിന്റെ സാംസ്കാരിക സ്വത്വം വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ മറുവശത്തെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനും ശ്രമിക്കുന്നു. പേരുമാറ്റം ഔദ്യോഗികമാകാൻ പാർലമെന്റിന്റെ അംഗീകാരം വരെ കാത്തിരിക്കണമെങ്കിലും PSC പ്രായപരിധിയിലെ മാറ്റം സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. Yeah.